ജന്മന ശരീരത്തെ ബാധിച്ച സെറിബ്രൽ പാൾസി രോഗത്തോട് പൊരുതി സ്വപ്ന നേട്ടം കൈവരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട കൂരമ്പാല സ്വദേശി രാകേഷ് കൃഷ്ണൻ. വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ രാകേഷ് കൃഷ്ണൻ കൂരമ്പാല സംവിധാനം ചെയ്ത സിനിമയായ കളം അറ്റ് 24 ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനത്തിലുണ്ട്. സെറിബ്രൽ പാൾസി ബാധിതനായ രാജ്യത്തെ തന്നെ ആദ്യ മുഴുനീള ചലച്ചിത്ര സംവിധായകനാണ് രാകേഷ് കൃഷ്ണൻ കൂരമ്പാല. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ, ആത്മവിശ്വാസമുണ്ടെങ്കിൽ സ്വപ്ന നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കാമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തോട് പറയുകയാണ് രാകേഷ് കൃഷ്ണൻ. രാകേഷ് സിനിമ സ്വപ്നം കണ്ടു, അതിനുവേണ്ടി പരിശ്രമിച്ചു. ഇതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. അതിനെല്ലാം അതിജീവിച്ച് ഇപ്പോൾ രാകേഷ് കണ്ട സ്വപ്നം തിയേറ്ററുകളിലുണ്ട്. കളം അറ്റ് 24 സിനിമയുടെ കഥാ, തിരകഥാ, സംഭാഷണം, നിർമ്മാണം, സംവിധാനം എല്ലാം രാകേഷ് തന്നെയാണ്. എത്ര നാളത്തെ ആ ഒരു സ്വപ്നമാണ് ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്? 12 ആഗ്രഹിച്ച, അതായത് +2 പഠിക്കുന്ന സമയത്തുണ്ട് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു സിനിമ ചെയ്യണം. പക്ഷേ നമുക്ക് അന്ന് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇവിടെ എത്താൻ വേണ്ടി. കാരണം ഒരുപാട് കളിയാക്കലും കുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ അമ്മയാണ് എന്നെ ഈ രീതി സംസാരിക്കാനും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാനൊക്കെ പഠിപ്പിച്ച അമ്മയാണ്. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ ഹാൻഡിക്യാപ്റ്റാണ് എന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അവൻ എല്ലാ കാര്യത്തിന് ഇൻവോൾവാക്കി. പിന്നെ എൻ്റെ കളിക്കൂട്ടുകാർ, എൻ്റെ അയൽവക്കത്തുള്ള കൂട്ടുകാർ, അവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമാണ്. കാരണം അവരാരും എന്നെ എല്ലാം പേര് പറയാൻ പറ്റും. അവരാരും എന്താ എന്നെ ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു. വേണം എന്ന് കൈകൊണ്ടിരുന്നു വിറയ്ക്കും. ഭയങ്കര ആദ്യമൊക്കെ ഞാൻ ഒരു പേരില ഒരു അക്ഷരമൊക്കെ ചെയ്യുന്ന ഒരു പേരിൽ ഒരു അക്ഷരമൊക്കെ ചെയ്ത് അങ്ങനെ എഴുതി അത്യാവശ്യം വായിച്ചൊക്കെ തെറ്റി. പക്ഷെ ഞാൻ എഴുതി എനിക്ക് മാത്രം ആദ്യം പറ്റുള്ളൂ. അങ്ങനെ സ്വന്തമായിട്ട് എഴുതി അത് പിന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ടൈപ്പ് ചെയ്തിട്ടാണ് കുറച്ച് ഫോട്ടോയൊക്കെ. കേൾവിക്കുറവ്, സംസാരിക്കാൻ പ്രയാസം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, സെറിബ്രൽ പാൾസി രോഗം സൃഷ്ടിക്കുന്ന ഇങ്ങനെയുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ എന്നും എപ്പോഴും രാകേഷിന് കരുത്ത് അമ്മയാണ്. സിനിമാ സ്വപ്നം ആദ്യം പറഞ്ഞതും അമ്മയോട് തന്നെ. വീടുകളിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, സിനിമാ മേഖല അല്ലെങ്കിൽ പോലും വേറെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ എത്തിപ്പെടണം, അവരൊക്കെ സമൂഹത്തിൽ നല്ലതായിട്ട് തന്നെ നല്ല വലിയ ആൾക്കാരായിട്ട് മാറണമെന്നാണ് ആഗ്രഹം നമുക്ക്. കാരണം എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇങ്ങനെയുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെ കൊച്ചുങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള മനസ്സ് കാണിക്കണം. അവരെ നമ്മുടെ റൂമിനകത്തിൽ അടച്ചിട്ടേക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സൗഹൃദങ്ങളാൽ സമ്പന്നനാണ് രാകേഷ്. നല്ല സുഹൃത്തുക്കളുടെ പിന്തുണ ആവോളം കിട്ടി. സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഏറെയും രാകേഷിന്റെ സുഹൃത്തുക്കൾ തന്നെ. രാകേഷ് എനിക്ക് ഒരു 10 വർഷത്തിലേക്ക് മേളിൽ അറിയാം. ഞാൻ ഇവനിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. സിനിമയുടെ ഒരു പാഷൻ ഉണ്ടെങ്കിലും പക്ഷേ ഒന്നും എങ്ങനെ തുടങ്ങണമെന്നറിയാത്ത സമയത്ത് രാകേഷിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ ഗുരുവാണ്. അപ്പം ആളിങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന് അവിടെ നമുക്ക് ചെയ്യാമെന്ന രീതി പറഞ്ഞു. അപ്പോഴും ഞാൻ അധികം കൂടുതൽ ഇവൻ കഥ പറഞ്ഞപ്പം എനിക്ക് പറഞ്ഞിരുന്ന ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ സിറ്റി വന്നപ്പോഴാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്ക് പറഞ്ഞു തരും. പിന്നെ എന്തെങ്കിലും തെറ്റ് വന്നാൽ നല്ല തെറിയും പറയും. അത് നമ്മളത് അനുസരിച്ച് മാറ്റി ചെയ്യും. അതെല്ലാം നമുക്ക് യൂണിറ്റും കാര്യങ്ങളും എല്ലാം വളരെ സജീവമായിരുന്നു. എല്ലാവരും പുതിയ ആൾക്കാരായത് കാരണം എല്ലാം വളരെ നല്ലതായിട്ട് തന്നെ നടന്നു. അപ്പം പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ആയാലും ക്യാമറ ആയാലും എല്ലാവരും വളരെ നല്ല രീതിയിൽ നമ്മളെന്താണെന്ന് അറിഞ്ഞ് നമ്മുടെ സിറ്റുവേഷന്, കാരണം ഒന്ന് പുതിയ പടമാണ്, എല്ലാവരും പുതിയ ആൾക്കാരാണ്, പുതിയ സംരംഭമാണ്, എല്ലാവരും ഇതൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, നമ്മുടെ കാര്യങ്ങൾ എഫേർട്ടെല്ലാം മനസ്സിലാക്കി എല്ലാവരും നമ്മളെ എന്താ പറയുക, നമ്മുടെ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പരിമിതിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് തന്നെ ചെയ്തെടുത്തു. 5 ആൽബങ്ങളും 2 ഹ്രസ്വ ചിത്രങ്ങളും നേരത്തെ രാകേഷ് ഒരുക്കിയിരുന്നു. പുതിയ സിനിമ കളം അറ്റ് 24 സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ 6 തിയേറ്ററുകളിലാണ് പ്രദർശനത്തിനുള്ളത്. കളം അറ്റ് 24 ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ഏറെ സ്വപ്ന ആഗ്രഹങ്ങൾ രാകേഷിന് ബാക്കിയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. എല്ലാ മുന്നൊരുക്കങ്ങൾക്കും വിജയാശംസകളോടെ ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.